ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ മുറി എന്നത് സാങ്കല്പികമല്ലെന്നും അധികം വൈകാതെ അത് യാഥാർത്ഥ്യമാകുമെന്നും ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തിരുവില്ലാമലയിൽ ബി.ജെ.പി. സംഘടിപ്പിച്ച വിജയാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. തുല്യനായ രാമലക്ഷ്മണന്മാരെ പോലെ കൈപിടിച്ച് ജ്യേഷ്ഠ നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾക്ക് കരുത്തായി കാവലായി ഞാനുമുണ്ട് എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തിന്റെ ചാണക്യനായിട്ടുള്ള അമിത്ഷാജി അങ്ങ് അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോ എത്ര പെർസെന്റേജ് വോട്ടുണ്ട് ബി.ജെ.പിക്ക് എന്ന് അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം ശ്രീമാൻ സുരേന്ദ്രനെ കണ്ടാലോ, അല്ലെങ്കിൽ ശ്രീ വി മുരളീധരനെ കണ്ടാലോ, ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടാലോ, ശ്രീമതി ശോഭാ സുരേന്ദ്രനെ കണ്ടാലോ നിങ്ങൾ രണ്ടാം സ്ഥാനത്താണോ, നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ടുണ്ട് എന്നുള്ള ചോദ്യമില്ല. നോ ഷോർട്ട് കട്ട് എന്നാണ് അദ്ദേഹം പറയുക. ഒരു എളുപ്പ വഴിയുമില്ല. വിജയിക്കുക, മുന്നേറുക, ജനങ്ങളുടെ ജോലിക്കാരെ പോലെ പ്രവർത്തിക്കുക, ഈ മുദ്രാവാക്യമാണ് ശ്രീമാൻ അമിത്ഷാജി എന്റെയും നിങ്ങളുടെയും മുന്നിൽ വെച്ചിട്ടുള്ളത്. ആ തിരുവനന്തപുരത്തെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോ അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള മുറി എന്നാണ് അന്ന് ശ്രീമാൻ അമിത്ഷാജി ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഞാനും നിങ്ങളും കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഉണ്ടാക്കും. അതിന്റെ സൂചനയാണ് അനന്തപുരിയിൽ കണ്ടത്. എന്തായി? കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറഞ്ഞു, എന്താണ്, 100 വോട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ബി.ജെ.പിക്ക് കൗൺസിലർ ഉണ്ടാകാൻ പാടില്ല, ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് മേയർ ഉണ്ടാകാൻ പാടില്ല. കാരണം തിരുവനന്തപുരത്ത് മേയർ ഉണ്ടായാൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ.ഡി.എക്ക് മുഖ്യമന്ത്രി ഉണ്ടാകും. അത് തടഞ്ഞു നിർത്തണമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ലീഗും എസ്.ഡി.പി.ഐക്കാരൻ തീവ്രവാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറഞ്ഞതെങ്കിൽ അവിടെയാണ് ജനങ്ങൾ പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഒരു ഭാഗത്തു നിന്നാ മതി. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും എസ്.ഡി.പി.ഐയും പോപ്പുലർ ഫ്രണ്ടും സർവത്ര മുള്ളും മൂർക്കം പാമ്പ് അങ്ങനെയുള്ള മുഴുവൻ ഭീകരവാദ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഗ്രൗണ്ട് ഒരുക്കി, ഞങ്ങൾ 100 അടിച്ചു, ഞങ്ങൾ അങ്ങനെ അടിച്ചു പുറത്തി, ഞങ്ങൾ വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് ഭരണകൂടത്തിനെ നയിക്കാൻ എത്രയോ വർഷത്തെ പരിണിത പ്രജ്ഞതയുള്ള നമ്മുടെ മുൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മിസ്റ്റർ വി രാജേഷിനെ അവിടെ നമ്മൾ ചെയർമാനാക്കി പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ഒരു എസ്.സി കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടുവന്ന ആശാനാഥ് എന്ന് പറയുന്ന എന്റെയും നിവേദിതയുടെയും ഒക്കെ അനിയത്തിക്കുട്ടിയായി കേരളം കണ്ടിട്ടുള്ള ആ പെൺകുട്ടിയെ നമ്മൾ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അനന്തപുരിയുടെ ഭരണകൂടം തിരുവനന്തപുരത്തിന്റെ ബി.ജെ.പി. ഓഫീസിന്റെ മുന്നിൽ ചെയർമാന്റെ കൊടിവെച്ച കാറും വൈസ് ചെയർമാന്റെ കൊടിവെച്ച കാറും കണ്ടപ്പോ ഞങ്ങൾ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, സർവേ വിസുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖം അപ്നുവേദ് എന്നുള്ള മംഗളശ്ലോകം ജപിച്ചു. ഞാൻ ആലപ്പുഴയിലായിരുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല. കാരണം ക്രിസ്മസ് കരോളിൽ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആലപ്പുഴയിലെ ചാരുമൂട്ടിൽ നടത്തിയ ക്രിസ്മസ് കരോളിന് അവിടുത്തെ പിഞ്ചുകുട്ടികളെയും അമ്മമാരെയും അടിച്ചോടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളുടെ മുന്നിലേക്ക് ഇന്നലെ രാവിലെ ക്രിസ്മസ് ദിവസം രാവിലെ പോകാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു, ആലപ്പുഴയിലായിരുന്നു. അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു അമ്മയെ തൊട്ടാൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കേരളത്തിന്റെ തെരുവീതിയിൽ ആക്രമിക്കാൻ അത് മാർക്സിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, ലീഗല്ല, ഭീകരവാദിയല്ല, ആര് തൊട്ടാലും അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ത്രീ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് അവരെ ആശുപത്രിയിൽ 2 മണി വരെ അവരോടൊപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ ചിലവഴിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ ഡിസ്ചാർജ് ചെയ്ത് അവിടെ കൊണ്ടുപോയി. 2 സ്ഥലത്തും നമ്മളാ ജയിച്ചത്. തിരുവില്ലാമലയിൽ ശക്തി വിളിച്ചോതി ബി.ജെ.പിയുടെ വിജയാഘോഷം നടന്നു.
തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ശശി വെന്നൂർ, BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ബാലകൃഷ്ണൻ, PK മണി, ജില്ലാ കമ്മിറ്റി അംഗം അജിത് ചീരാത്ത, മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, ജനറൽ സെക്രട്ടറി PK ഉമേഷ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പാർട്ടി നേതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. വികസിത തിരുവില്ലാമലയ്ക്കായി ഇനി അധികകാലം കാത്തിരിക്കേണ്ടതില്ലെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദും വ്യക്തമാക്കി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ദേശീയതയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തവർക്ക് വിജയാഘോഷ പൊതുസമ്മേളനത്തിൽ സ്വീകരണം നൽകി.